രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 96-ാം സർഗം. ദുശ്ശകുനങ്ങളെയൊന്നും കണക്കാക്കാതെ രാവണൻ യുദ്ധത്തിന് പുറപ്പെടുന്ന കഥാഭാഗം ഈ സർഗത്തിൽ വിവരിക്കുന്നു. ലങ്കയിൽ ഓരോ ഭവനത്തിലും രാക്ഷസ സ്ത്രീകൾ ദീനദീനം വിലപിക്കുന്നത് രാവണൻ കേട്ടു. അവൻ കോപത്താൽ കണ്ണു ചുവന്ന് പല്ലുകൾ കൊണ്ട് അധരം കടിച്ചുകൊണ്ട് നോക്കുകൊണ്ട് ദഹിപ്പിക്കുന്നവൻ എന്ന പോലെ അടുത്തു നിൽക്കുന്ന വിരൂപാക്ഷനെയും രാക്ഷസന്മാരെയും നോക്കി പറഞ്ഞു, എൻ്റെ ആജ്ഞപ്രകാരം മഹോദരനെയും മഹാപാർശ്വനെയും സൈന്യങ്ങളെയും വേഗം പുറപ്പെടാൻ പറയുക. രാക്ഷസന്മാർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അവർ രാവണനെ കാത്തുനിന്നു. കോപാവിഷ്ടനായ രാവണൻ മഹോദരൻ, മഹാപാർശ്വൻ, വിരൂപാക്ഷൻ എന്നിവരോട് ഇങ്ങനെ പറഞ്ഞു: വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട യുഗാന്താദിത്യ സദൃശങ്ങളായ ബാണങ്ങൾ കൊണ്ട് ഇന്ന് ഞാൻ രാമനെയും ലക്ഷ്മണനെയും യമപുരിയിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഖരൻ്റെയും കുംഭകർണൻ്റെയും പ്രഹസ്തൻ ഇന്ദ്രജിത്ത് എന്നവരുടെയും വധത്തിന് ശത്രുവധം കൊണ്ട് പകരം വീട്ടും. എൻ്റെ ശരങ്ങളായ മേഘങ്ങളാൽ മൂടപ്പെട്ട ദിക്കുകൾ കാണാതാകും. ആകാശവും നദികളും സമുദ്രങ്ങളും ശോഭിക്കുകയില്ല. ശരനിരകൾ കൊണ്ട് ഞാൻ വാനരസേനകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കും. വായുവേഗമുള്ള തേരോടുകൂടി ധനുസ്സാകുന്ന സമുദ്രത്തിൽ നിന്ന് പൊങ്ങിവരുന്ന ശരങ്ങളാകുന്ന അലകളാൽ വാനര സൈന്യങ്ങളെ ഞാൻ മർദ്ദിക്കും. വാനര സൈന്യങ്ങളാകുന്ന തടാകങ്ങളെ ആന എന്ന വിധം ഞാൻ കലക്കി മറിക്കും. അപ്പോൾ വാനരപ്പടത്തലവന്മാർ ബാണങ്ങളോടുകൂടിയ മുഖങ്ങളാൽ നാളങ്ങളോടുകൂടിയ താമരപ്പൂക്കളെപ്പോലെ ഭൂമിയെ അലങ്കരിക്കും. ഒറ്റ ബാണം കൊണ്ട് 100 വാനരന്മാരെ ഞാൻ പിളർന്നു കളയും. ഭർത്താവോ സഹോദരനോ പുത്രനോ മരിച്ചവരുടെയെല്ലാം കണ്ണുനീർ ഇന്ന് ഞാൻ ശത്രുവധം കൊണ്ട് തുടച്ചു കളയും. പ്രാണൻ പോയി വീണുകിടക്കുന്ന വാനരന്മാരാൽ ഭൂതലം മൂടപ്പെടും. കുറുനരികളെയും കഴുക്കളെയും ഞാനിന്ന് ശത്രുമാംസം കൊണ്ട് തൃപ്തിപ്പെടുത്തും. എൻ്റെ രഥം തയ്യാറാക്കൂ, ധനുസ്സു കൊണ്ടുവരൂ, എല്ലാവരും എന്നെ പിന്തുടരൂ. രാവണൻ്റെ ആജ്ഞ കേട്ട് മഹാപാർശ്വൻ സേനയെ വേഗം അയക്കുവിൻ എന്ന് കൽപ്പിച്ചു. സേനാധിപന്മാർ വീടുകൾ തോറും ചുറ്റി രാക്ഷസരെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. അല്പനേരം കൊണ്ട് അനേകം രാക്ഷസന്മാർ പലവിധ ആയുധങ്ങളും എടുത്ത് വന്നെത്തി. ഖഡ്ഗങ്ങൾ, കുന്തങ്ങൾ, ഗദകൾ, ഉലക്കകൾ, ബാണങ്ങൾ, വേലുകൾ, മുദ്ഗരങ്ങൾ, ദണ്ഡുകൾ, ചക്രങ്ങൾ, വെൺമഴുകൾ, കവണകൾ, പീരങ്കികൾ മുതലായ ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളും കൊണ്ടാണ് അവർ വന്നത്. സൈന്യാധിപൻ 10 ലക്ഷം രഥങ്ങളെയും 30 ലക്ഷം ആനകളെയും കൊണ്ടുവന്നു. 60 കോടി കുതിരകളെയും അത്ര തന്നെ കോവർക്കഴുതകളെയും ഒട്ടകങ്ങളെയും കണക്കില്ലാത്ത കാലാൾപ്പടകളെയും കൊണ്ടുവന്നു. സൈന്യാധിപന്മാരും സൈന്യത്തെ മുന്നണിയിൽ നിർത്തി പുറപ്പെട്ടു. അപ്പോഴേക്കും സൂതൻ ദിവ്യാസ്ത്രങ്ങൾ നിറഞ്ഞതും പലതരത്തിൽ അണിയിച്ചൊരുക്കിയതും പലതരം ആയുധങ്ങളാൽ നിറയപ്പെട്ടതും കിങ്കിണികൾ തൂക്കിയതും നാനാരത്നങ്ങൾ പതിച്ചതും രത്നസ്തംഭങ്ങളാൽ ശോഭിതവും സ്വർണമയങ്ങളായ 1000 കലശങ്ങൾ നിറച്ചതുമായ ആ രഥത്തെ കൊണ്ടുവന്ന് നിർത്തി. ആ തേര് കണ്ട് രാക്ഷസന്മാർ വിസ്മയം പൂണ്ടു. രാവണൻ 8 കുതിരകളെ പൂട്ടിയതും കോടി സൂര്യസദൃശവും തീ പോലെ തിളങ്ങുന്നതുമായ ആ രഥത്തിൽ കയറി. മഹാപാർശ്വനും മഹോദരനും ദുർജയനായ വിരൂപാക്ഷനും അവരവരുടെ രഥങ്ങളിൽ കയറി. രാവണൻ വില്ലേന്തി
സൈന്യത്താൽ ചുറ്റപ്പെട്ടവനായി യുദ്ധത്തിന് പുറപ്പെട്ടു. കോട്ടവാതിൽ വഴി പുറത്തു കടന്നു. അപ്പോൾ സൂര്യൻ്റെ പ്രഭ നഷ്ടപ്പെട്ടു. ദിക്കുകൾ കാണാതായി. പക്ഷികൾ ഭയങ്കരമായി ശബ്ദിച്ചു. ഭൂമി കുലുങ്ങി. ഇന്ദ്രൻ ചോര വർഷിച്ചു. വഴിയിൽ കുതിരകൾ കാലിടറി വീണു. കൊടിയുടെ അഗ്രത്തിൽ കഴുക്കൾ പറന്നു വന്നിരുന്നു. കുറുനരികൾ അമംഗളകരമായി ഓരിയിട്ടു. ഇടത്തെ കണ്ണു തുടിച്ചു. ഇടത്തെ കയ്യും വിറച്ചു. മുഖം വിവർണമായി. ഒച്ച ഇടറി. യുദ്ധത്തിനായി രാവണൻ പുറപ്പെട്ടപ്പോൾ മരണസൂചകങ്ങളായ ഇപ്രകാരമുള്ള ശകുനങ്ങളുണ്ടായി. കൊള്ളിമീൻ നിലത്തു വീണു. കഴുകുകളും കാക്കകളും അശുഭകരമായി നിലവിളിച്ചു. രാവണൻ ഈ ദുശ്ശകുനങ്ങളെ സാരമാക്കാതെ യുദ്ധത്തിനായി പുറപ്പെട്ടു. രാക്ഷസന്മാരുടെ രഥഘോഷം കേട്ട് വാനരന്മാരും യുദ്ധത്തിനായി എതിർത്തു ചെന്നു. വാനരന്മാരും രാക്ഷസരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. രാവണൻ ശരങ്ങൾ കൊണ്ട് വാനര സൈന്യങ്ങളിൽ വമ്പിച്ച നാശമുണ്ടാക്കി. രാവണൻ്റെ ശരങ്ങളാൽ ചില വാനരന്മാരുടെ തല പോയി. ചിലരുടെ ഹൃദയം തകർന്നു. ചിലരുടെ ചെവി മുറിക്കപ്പെട്ടു. ചിലർ ശ്വാസം മുട്ടി മരിച്ചു. ചിലരുടെ വശങ്ങൾ കീറി. ചിലരുടെ തല പൊട്ടി. ചിലരുടെ കണ്ണുകൾ നഷ്ടപ്പെട്ടു. കോപം കൊണ്ട് കണ്ണുരുട്ടുന്ന രാവണൻ തേരോടുകൂടി എങ്ങോട്ടൊക്കെ പോയോ അവിടെയൊക്കെ അവൻ്റെ ശരവേഗം വാനരശ്രേഷ്ഠന്മാർക്ക് താങ്ങാൻ വയ്യാതെയായി. 96-ാം സർഗം അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.